ഹായ് ഫ്രണ്ട്സ്, വിഭൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് LGS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? KM മുൻഷി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? NA പൽക്കിവാല. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ള. ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ള. ഭരണഘടനയുടെ കീനോട്ട് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാക്കർ. ഭരണഘടനയുടെ കീനോട്ട് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. പറങ്കിപ്പടയാളി എന്ന കൃതി രചിച്ചതാരാണ്? പറങ്കിപ്പടയാളി എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കർ. ആരാണ്? സർദാർ KM പണിക്കർ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന വ്യക്തി. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? CV രാമൻപിള്ള. ആരാണ്? CV രാമൻപിള്ള. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ് ഏതാണ്? ആണവ നിലയം. ഏതാണ്? ആണവ നിലയം. സുവർണനാരി എന്നറിയപ്പെടുന്നത്. സുവർണനാരി എന്നറിയപ്പെടുന്നത് എന്താണ്? ചണം. ലോകത്തിൽ ചണം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം. ലോകത്തിൽ ചണം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ കമ്മീഷൻ. ഏതാണ്? ഹിൽട്ടൺ കമ്മീഷൻ. RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി. RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ്. ആരാണ്? മൻമോഹൻ സിംഗ്. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പോഷക നദികൾ. കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഭവാനി നദി ഒഴുകുന്ന ജില്ല ഏതാണ്? പാലക്കാട്. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട്. കബനി നദി ഒഴുകുന്ന ജില്ല ഏതാണ്? വയനാട്. കബനി നദി ഒഴുകുന്ന ജില്ല വയനാട്. പാമ്പാർ നദി ഒഴുകുന്ന ജില്ല. പാമ്പാർ നദി ഒഴുകുന്ന ജില്ല ഇടുക്കി. ഏതാണ്? ഇടുക്കി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കബനി നദി. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി ഏതാണ്? കാവേരി. ഏതാണ്? കാവേരി. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടായ കല്ലണൈ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടായ കല്ലണൈ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഗ്രാൻഡ് അണക്കെട്ട്. എന്താണ്? ഗ്രാൻഡ് അണക്കെട്ട്. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനം. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനം ഏതാണ്? നീതി ആയോഗ്. നീതി ആയോഗ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. ആരാണ്? MS സ്വാമിനാഥൻ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജയപ്രകാശ് നാരായൺ.
ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യയുടെ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യയുടെ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്? USA. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധി ചെയ്യുന്ന അവയവം. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധി ചെയ്യുന്ന അവയവം വൃക്ക. മനുഷ്യ ശരീരത്തിലെ അരിപ്പ വൃക്ക. കേരളത്തിലെ ഏക കന്യാവനം. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലന്റ് വാലി. സൈലന്റ് വാലി. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.